എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അതായത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്നുള്ളത്. അന്നേരം എൻ്റെ പിറകിൽ വാൾപേപ്പറാക്കി സെറ്റ് ചെയ്തത് ഏഞ്ചലിനെ തന്നെയാണ്. ഒരു ഏഞ്ചൽ മിക്കായലാന്ന് തോന്നുന്നു. ഏതൊരു ഏഞ്ചലിനെ ഞാൻ എടുത്തിട്ട് ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതായത് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തൊക്കെ എക്സ്പീരിയൻസ്, അതായത് ഇതുവരെ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന അവസരമാണ്. കഴിഞ്ഞ തവണ കുറേ പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, നല്ല സക്സസ് സ്റ്റോറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം, പണത്തിൻ്റെ ആയിരിക്കാം, എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അന്നേരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്നുള്ളതാണ്. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ആർക്കെങ്കിലും ധാരണ ഉണ്ടോ? എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്നൊക്കെ? എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. കാരണം ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഞാൻ തന്നെ പറയുക എന്നുള്ള രീതിയില്ല. പറഞ്ഞോളൂ, ഡയറക്റ്റ് പറഞ്ഞോളൂ. ഞാൻ എപ്പോഴും ഏഞ്ചൽ നമ്പറിന് ഒരേ നമ്പർ തന്നെ കാണുന്നല്ലേ സാർ? അതെ അതെ അതെ, ഞാൻ എപ്പോഴും കാണുന്ന നമ്പറാണ് 111, 222, പിന്നെ 444, പിന്നെ 333. എപ്പോഴും കാണുന്ന നമ്പർ, വൺ ഡേയുടെ നമ്പറാണ് മിക്കവാറും കാണാറ്. ഓക്കെ ഓക്കെ, ഇതില് ഈ 1122 ഈ നമ്പേഴ്സ് ആണ് കാണാറല്ലേ? ഇനി വേറെ ആരെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് വേറെ കാണാറുണ്ടോ? ഹലോ സർ. ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. വോയിസും വീഡിയോ ഓൺ ആക്കിയിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. സന്തോഷം. ഞാൻ യൂഷ്വലി 555 കാണാറുണ്ട് അധികവും, പിന്നെ 777 കാണാറുണ്ട്. ഓക്കെ, 777 കാണാറുണ്ട്. അധികം മോസ്റ്റ്ലി കാണുക 4 ടൈംസ് 11 ആണ് അധികവും കാണുക. ഓക്കെ ഓക്കെ, അന്നേരം ഇതില് ചില ആൾക്കാർ പറഞ്ഞിട്ട് നിങ്ങളിപ്പം യൂട്യൂബ് വീഡിയോ കാണുന്നത് നിങ്ങൾ ഏത് ഏഞ്ചൽ നമ്പേഴ്സ് ആണ് റിപ്പീറ്റ് ആയിട്ട് കാണുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഈ ഏഞ്ചൽ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1122 എന്നല്ലാതെ തന്നെ 1212 എന്നുള്ള നമ്പേഴ്സ് കാണും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആണ്. ഇതിനെല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് ആണ്. ഇതിനെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. അന്നേരം വേറെ ആൾക്കാർ എന്തൊക്കെയാണ് കാണുന്നതെന്ന് പറയും. മഞ്ജു ഞാൻ കാണാറ് 1111, പിന്നെ 1313, 2020, പിന്നെ ഒരു ദിവസം മിനിഞ്ഞാന്ന് രാത്രി ഉറക്കത്തില് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ 2323. ഓക്കെ 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 ഓക്കെ, ഇതെല്ലാം കാണുന്നത്. ചില ആൾക്കാർ 5656 എന്ന് പറയുന്നുണ്ട്. അന്നേരം യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഏത് നമ്പേഴ്സാണ് കാണുന്നതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞോളൂ. 777 കാണാറുണ്ട്, 444 കാണാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, 777 ഇതെന്നല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പേഴ്സും, ഇപ്പം പലരും പല നമ്പേഴ്സും പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഓരോ നമ്പേഴ്സിനും പല അർത്ഥങ്ങളാണുള്ളത്. ഇതിൽ റിപ്പീറ്റഡ് നമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 1 to 9 വരെയുള്ള. അന്നേരം 111 അല്ലെങ്കിൽ 222, 333, 444 അല്ലെങ്കിൽ 4 നാലുകൾ, 5 നാലുകൾ, അങ്ങനെയുള്ള റിപ്പീറ്റഡ് നമ്പേഴ്സിൻ്റെ മാത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അന്നേരം ആദ്യമായി തന്നെയുള്ള നമ്പർ എന്ന് പറയുന്നത് 1111 അല്ലെങ്കിൽ 11131 എന്ന രീതിയിലാണ്. ഇതിൽ എത്ര പേരാണ് 1111 കാണുന്നത്? എത്ര പേരാണ്? ഓക്കെ, ജസ്റ്റ് യെസ് എന്ന് കമന്റ് ചെയ്യും 11 കാണുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, ഇതിൽ കുറേ പേര് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ ആയിട്ടാണ് കാണുന്നത്. 1 എന്ന് പറയുന്നത് ഇപ്പം ന്യൂമറോളജി പ്രകാരം പവറിൻ്റെ, അല്ലെങ്കിൽ 1 എന്നുള്ളത് ഒരു പവറിൻ്റെ നമ്പർ ആയിട്ടാണ് കരുതുന്നത്. ഒരു ഫസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ന്യൂമറോളജി പ്രകാരം നമ്മൾ കാണുന്നത്. അത് ന്യൂമറോളജി പ്രകാരം സ്ട്രെങ്ത്, സെൽഫ് സഫിഷ്യൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമ്മൾ ഏഞ്ചൽ നമ്പറിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു നമ്പർ ആയിട്ടാണ് അത് കരുതുന്നത്. പിന്നെ നിങ്ങളെ ഇൻഡ്യൂഷൻ പവർ അല്ലെങ്കിൽ ഇൻഡ്യൂറ്റീവ് തലത്തിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ള കാര്യവും 11 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്.
പിന്നെ ഈ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം 11 കണ്ടു, ചിലപ്പോൾ അടുത്ത നിമിഷമോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ഇന്നോവേറ്റീവ്, അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ നൽകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് അങ്ങനത്തെ കാണാറുണ്ടോ? അതായത് നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്നോവേറ്റീവ് ഐഡിയ ഭയങ്കര അതായത് വലിയ ബിസിനസ് ഐഡിയ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. എന്തായിരുന്നു ഐഡിയ? അത് നമ്മൾ ലൈഫിൽ എക്സ്പെക്ട് പോലും ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ടാണ്, ഒരു ഭയങ്കര സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനായിട്ട് സംസാരിച്ച ഒരു ബിസിനസ് ഐഡിയയാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല കാര്യം. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ അതേപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അന്നേരം നമ്മൾ ഇവിടെ പറയുന്നത് വെച്ചാൽ മെയിനായിട്ട് 1111 എന്ന് പറയുന്ന നമ്പർ, നമ്മളെ ആ ഒരു നമ്പർ കാണുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത എന്താണ് അല്ലെങ്കിൽ നിങ്ങളെ സങ്കല്പം എന്താണ് അത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യും പോകുന്നു എന്നുള്ളതാണ് 1111 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്പർ ആയിട്ടാണ് 1111 എന്ന് പറയുന്ന കരുതുന്നത്. പിന്നെ ഒരു എൻലൈറ്റ്മെൻറ്റ് നമ്പറും കൂടിയിട്ടാണ്. പിന്നെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നുള്ളതാണ് 1111 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത നമ്പേഴ്സിലേക്ക് കിടക്കുകയാണ്. 2222 എന്ന് പറയുന്ന നമ്പർ, അല്ലെങ്കിൽ 222 അല്ലെങ്കിൽ 22, അത് എത്ര നമ്പേഴ്സ് ആവട്ടെ, എത്ര ഇങ്ങനെ ഡിജിറ്റ്സും ആവട്ടെ. 2 എന്ന് പറയുന്നത് അലൈൻമെൻ്റ് ആണ്. അതായത് നമ്മളെ ആഗ്രഹവും നമ്മളുടെ യൂണിവേഴ്സൽ ഒരു സെയിം വൈബ്രേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ അലൈൻമെൻറ്റിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ് പ്രകാരം പറയുന്നത്. അതേപോലെ തന്നെ ഒരു നിങ്ങളുടെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് പലപ്പോഴും പല ഐഡിയാസും ഉണ്ട്. നമുക്ക് വലിയ കോടീശ്വരാണം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വലിയ വലിയ ദിവാസ്വപ്നങ്ങളെല്ലാം പറയുന്നില്ലേ, അതല്ലാതെ നമ്മൾ 22 എന്ന് പറയുന്ന നമ്പർ കാണുന്ന സമയത്ത് നമ്മളെ മീനിങ് ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഒരു മീനിങ് കൊണ്ടുവരുന്ന ഒരു ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ സ്വപ്നമായിരിക്കാം അത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അന്നേരം ഇതിലാരെങ്കിലും 22 നമ്പേഴ്സ് കാണാറുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ആരെയും കാണാറുണ്ടോ? റയറായിട്ട് കാണാറുണ്ട് സാറേ. റയറായിട്ട് കാണാറുണ്ട്. ഞാനിവിടെ നമ്പർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നമ്പറിനോട് തന്നെ എക്സ്പീരിയൻസ്, കാരണം ഞാൻ നോക്കുന്ന സമയത്ത്, ഞാൻ ഒരു ആൾക്കാരെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഒരേ നമ്പേഴ്സ് എല്ലാവർക്കും ഇത് ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും എക്സ്പീരിയൻസ്. അന്നേരം നിങ്ങൾക്ക് ഈ 22 എന്ന് പറയുന്ന നമ്പർ കാണുന്ന സമയത്ത് എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല സാറേ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് 1111 ആണ്, അല്ലെങ്കിൽ 111. അതൊരു ദിവസത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം കാണും. അത് റെഗുലർ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അത് ഈ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇൻറ്റൻഷനലി കാണുന്ന ചില ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചത് കണ്ടു എന്ന രീതിയിൽ. അന്നേരം ഒരാൾ തന്നെ ഇങ്ങനെ ചില വ്യക്തികൾ ഇതേപോലെ തന്നെ നമ്പേഴ്സ് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്ക്രീൻഷോട്ട്, ചിലപ്പോൾ ടൈം ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ബ്രൗസിങ് ചെയ്യുന്ന സമയത്തുള്ള എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും കാണുന്നത്. അന്നേരം അയക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഇൻറ്റൻഷനലി കാണുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മൊബൈലിലെ ടൈം ഇപ്പം 1:10 പിന്നെ 1:11 വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ഇങ്ങനെയല്ല ഏഞ്ചൽ നമ്പേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അതായത് നമ്മളെ ഒരു അൺകോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ ഓക്കെ ഇത് ഏഞ്ചൽ നമ്പർ ആണല്ലോ പെട്ടെന്ന് കണ്ടു എന്ന രീതിയിലാണ്. അല്ലാതെ നമ്മൾ എഴുതിക്കൊണ്ട് അത് എഴുതി വെക്കുന്നതല്ല ചെയ്യേണ്ടത്. നമുക്കൊരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് ആയിട്ട് നമ്മളെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ 223 പറയൂ. സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഇന്റൻഷനലി കാണുന്നത്. അപ്പം ഞാൻ യൂഷ്വലി എപ്പോഴും കാണാറുള്ളതാണ് ഈ 111 എന്നുള്ളത്. അത് എങ്ങനെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ നോക്കിയിരിക്കില്ല, പക്ഷെ ആ 11 ടൈം ആവുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു നോട്ടിഫിക്കേഷനോ മെസ്സേജോ കോളോ എന്തെങ്കിലും വന്നിരിക്കും. അപ്പൊ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജ് എന്താന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്ന സമയത്ത് ആ ടൈമായി അത് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരിക്കൽ വിചാരിച്ചിരിക്കാറില്ല, ചിലപ്പോൾ ഞാൻ ആ സമയം ഓർക്കാറില്ല, പക്ഷെ
അതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ 11:10 കഴിഞ്ഞ് 11:11 ആവാൻ പോകുന്നതിന് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു കോളോ മെസ്സേജോ വന്നിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലൈഫിൽ നമ്മളെ ഇൻറ്റൻഷനിലല്ല ഇദ്ദേഹം നോക്കുന്നത്. ഒരു കോൾ വന്നു, പെട്ടെന്ന് കോൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെസ്സേജ് നോക്കുന്ന സമയത്ത് 1111 അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റിപ്പീറ്റഡ് നമ്പേഴ്സ് കാണുന്നതാണ് ശരിക്കുമുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിക്കോളാസ് ടെസ്ല പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ഇത് നമ്പേഴ്സ്, അതായത് നിക്കോളാസ് ടെസ്ലയാണ് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ യൂട്യൂബിലെ വീഡിയോസും കാണുകയാണെങ്കിൽ മനസ്സിലാവും. ഈ 369 എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ 369ൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നിക്കോളാസ് ടെസ്ല, അതുകൊണ്ടാണ് ടെസ്ല കോഡ് എന്ന രീതിയിലേക്ക് ഈ നമ്പർ മാറിയത്. അന്നേരം ഈ നിക്കോളാസ് ടെസ്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ചുറ്റും നോക്കും, ജസ്റ്റ് അൺകോൺഷ്യസ് ആയിട്ട് ഒന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിൻ്റെ മീനിങ് എന്താണ്, എന്നിട്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു കാര്യത്തിന് ഇറങ്ങുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒരു വീഡിയോ കണ്ട സമയത്ത്, ഒരു പുസ്തകം വായിച്ച സമയത്ത് ഞാൻ കണ്ടതാണ്. എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം അറിയില്ല. അന്നേരം ഈ നമ്പേഴ്സ് ആവട്ടെ എന്ത് തന്നെ ആവട്ടെ നമ്മളെ രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെ നിമിത്ത ശാസ്ത്രം എന്ന രീതിയിലാണ് പറഞ്ഞത്. ചിലപ്പം പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു പൂച്ച കുറുകെ ചാടുകയാണെങ്കിൽ അതൊരു മോശപ്പെട്ട രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അന്നേരം ഇനി 1122 കഴിഞ്ഞു, ഇനി 33 എന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു സപ്പോർട്ട്, ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ്. അസെൻഡഡ് മാസ്റ്റേഴ്സ്, അതായത് അസെൻഡഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും തന്നെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചില ഏഞ്ചൽസിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടും എന്നുള്ളത്. അന്നേരം നമ്മൾ ആ നമ്പർ കാണുകയാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ അസെൻഡസ് മാസ്റ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ അല്ല ഒരു സപ്പോർട്ട്, നമ്മളെ ആഗ്രഹത്തിനുള്ള ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു സ്വപ്നമുണ്ട് അല്ലെങ്കിൽ അത്രയും ആഗ്രഹമുള്ള ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലുള്ള സപ്പോർട്ട് അസെൻഡൻസ് മാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുക്കന്മാരുടെ, നിങ്ങളുടെ പൂർവികരുടെ, ഇത് അസെൻഡൻസ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പൂർവികരെയാണ്. ഇത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അത് വേറൊരു തലത്തിലാണ്. പക്ഷേ സത്യത്തിൽ നമ്മുടെ പൂർവികർ, ഉദാഹരണത്തിന് കുടുംബക്ഷേത്രത്തിലുള്ള ദേവതകൾ, അതേപോലെയുള്ള ഏതെങ്കിലും ഡിവൈൻ ബീയിങ്ങിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പറയപ്പെടുന്നത് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ രീതിയിൽ. ഇതിൽ എത്ര പേരാണ് 3 അല്ലെങ്കിൽ 33 കാണുന്നത്? ആരെ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആരെയും കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ 3 കാണുന്നുണ്ട്. അന്നേരം യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഷീബ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? 3 കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വല്ലപ്പോഴും കാണുന്നുണ്ടെന്ന് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. 4444 അല്ലെങ്കിൽ 444 എന്ന രീതിയിലാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ 4444 എന്ന് പറയുന്ന നമ്പർ കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഞ്ചൽസ് എന്ന് പറയുന്നത് ഏഞ്ചൽ മിക്കായൽ ആയിരിക്കാം, അങ്ങനെയുള്ള കുറേ ഏഞ്ചൽസ് ഉണ്ടല്ലോ. ഏതൊരു ഏഞ്ചലായാലും നിങ്ങൾക്കൊരു ഒരു സപ്പോർട്ടല്ല മറിച്ച് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലേക്ക് പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആ നമ്പർ 44 എന്നുള്ള നമ്പർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ. അത് ഏഞ്ചൽസ് പലപ്പോഴും ഈ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുന്ന ടെക്നിക്സ് ഉണ്ട്. അതിൽ ഏഞ്ചൽ മിക്കായൽ, ഏഞ്ചൽ ഗാബ്രിയൽ എന്നല്ലേ പറയാ, ഗബ്രിയൽ അല്ലേ, ഗബ്രിയൽ എന്നല്ലേ പറയാ. ഞാൻ ഏഞ്ചൽ ഹീലിംഗ് നോക്കിയിട്ടില്ല. ഗബ്രിയൽ എന്ന് പറയുന്ന ഏഞ്ചൽസിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ആ 44 കാണുന്ന സമയത്ത് നമുക്ക് എന്തിനും, അതായത് അത് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 33 എന്ന് കാണുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുകയാണ്. നിങ്ങൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യണം. ചുമ്മാ ഇങ്ങനെ ഒരു നമ്പർ കണ്ടു അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ഉണ്ടോ, ഓക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതരുത്. മറിച്ച് നിങ്ങൾക്ക് ഇപ്പം യൂണിവേഴ്സ്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോ ഓഫ് വൈബ്രേഷൻ പ്രകാരം
നമ്മളെ ആ ഒരു വൈബുമായിട്ട് ഇപ്പം തന്നെ ഉദാഹരണത്തിന് എൻ്റെ കോഴ്സുകളാവട്ടെ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഐഡിയാസ് ആവട്ടെ, അതെല്ലാം തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഇന്നോവേറ്റീവ് ചില പറയുന്ന കാര്യമുണ്ട്, മെൻ്റൽ മാസ്റ്റുർബേഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതായത് മാനസികമായിട്ടുള്ള സ്വയംഭോഗം എന്ന് പറയും. നിങ്ങൾക്ക് കോടീശ്വരനാണ്, നിങ്ങൾക്ക് പണം കൊണ്ട് അത് നേടണം ഇത് നേടണം എന്ന രീതിയിൽ വെറും പകൽ സ്വപ്നം കാണാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങളോ കിട്ടുകയാണ്. ഈവൻ ലോ ഓഫ് അട്രാക്ഷൻ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു മെൻ്റൽ മാസ്റ്റുർബേഷൻ എന്ന രീതിയിലേക്ക് മാറുന്നു. അതാണ് ഞാൻ വീണ്ടും പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിന്ത് ഏതെങ്കിലും അഫർമേഷനോ വിഷ്വലൈസേഷനോ ചെയ്തിട്ട് ഈ ലെവലിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്നുള്ള നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വിഷ്വലൈസേഷൻ കാര്യങ്ങൾ മാത്രമല്ല, കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങളും ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം എൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ വിഷ്വലൈസേഷനും അഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ മെൻ്റലി റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അന്നേരം ഇനി 44 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ കഴിഞ്ഞു. ഇനി 55 കാണുന്ന നമ്പർ 55 എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണാറുണ്ടോ? നമ്പർ 55 അത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം. കാണാറുണ്ട് സർ, കാണാറുണ്ട്. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റത്തിൻ്റെ സമയത്തിരിക്കുകയാണ്. അതായത് വലിയൊരു മാറ്റം, അത് ചെറിയ ചേഞ്ച് അല്ല, വലിയൊരു ചേഞ്ച് നിങ്ങളെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൈനാണ്. അതേപോലെ എന്തെങ്കിലും ഒരു സൈൻ 55 കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാം. 55 ഇപ്പം മണിലേഖ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? 5151 ഓക്കെ. ഇത് 55 കാണുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇപ്പോൾ അത് കണ്ടിട്ട് ചിലപ്പോൾ അന്നത്തെ ദിവസമായിരിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പം നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്, പെട്ടെന്ന് തന്നെ വേറൊരു ജോലി കിട്ടിയേക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നതായിരിക്കാം, പെട്ടെന്ന് തന്നെ വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരും. അതേപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലുള്ള എന്തെങ്കിലും, അതായത് ഹ്യൂജ് ചേഞ്ചാണ് ഇതുമായിട്ട് ഈ 55 എന്ന് പറഞ്ഞ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എപ്പോഴും കാണുന്നുണ്ട് സാർ ഇത്. നിങ്ങൾ മിക്കപ്പോഴും കാണുന്നുണ്ട്. എങ്ങനെയാണ്? മിക്കപ്പോഴും ഇത് കാണുന്നുണ്ട്. മിക്കപ്പോഴും ഞാൻ ഇന്നലെ മിക്കപ്പോഴും 1111 11 555 എപ്പോഴും കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും വെളുപ്പം കാലത്ത് പോലും ഞാൻ ആ സമയത്ത് പോലും ഉറക്കം എഴുന്നപ്പോഴും കാണുന്നുണ്ട്. 111 അങ്ങനെ കാണുന്നുണ്ട്. എന്തോ ചേഞ്ച് വരുന്നുണ്ടായിരിക്കും അല്ലേ? അതെ, ചേഞ്ച് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അതായത് 55 കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഹ്യൂജ് ചേഞ്ച് വരുന്നുള്ളതാണ്. അത് വരുന്ന സമയത്ത് നമ്മളെപ്പോൾ അവെയർ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് കണ്ടു, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നമ്മളെപ്പോഴും അലേർട്ട് ആയിരിക്കണം. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവയർനെസ്, ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിമിത്ത ശാസ്ത്രം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളുമായിട്ട് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ കാര്യങ്ങളിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ യൂണിവേഴ്സിൻ്റെ ഒരു കണക്ഷൻ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോസിൽ ഒരു 2 വീഡിയോ ചെയ്തിരുന്നു എർത്തിങ്ങിനെ കുറിച്ച്. അതായത് എർത്തിങ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ പ്രകൃതിയായിട്ട് എത്രത്തോളമാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അത്രത്തോളം പ്രകൃതിയുമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെപ്പോഴും പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. നമ്മൾ ബേസിക് ക്ലാസ്സിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇന്ന് ആരംഭിച്ച ബേസിക് ക്ലാസ് തന്നെ ലാസ്റ്റ് കൊടുക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു 5 മിനിറ്റെങ്കിലും പ്രകൃതിയായിട്ട് ടൈമൊന്ന് സ്പെൻഡ് ചെയ്യണം. ബെയർ ഫൂട്ടായിട്ട്, അതായത് നഗ്നപാതരായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുന്നതാണ് ഞാൻ കൊടുക്കുന്ന നമ്മളെ ക്ലാസ്സിലെ ടാസ്ക്. ഇതിൽ എത്ര പേര് പ്രകൃതിയിൽ ഇറങ്ങിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇറങ്ങി നടക്കാറുണ്ട്? ഞാൻ നടക്കാറുണ്ട് സർ. ഓക്കെ, എന്താണ് എക്സ്പീരിയൻസ് ഉള്ളത്? മനസ്സിന് നല്ലൊരു സമാധാനമാണ് സാർ അങ്ങനെ നടക്കുമ്പോ. ഞാൻ എപ്പോഴും പോകാറുണ്ട് പറമ്പിലൊക്കെ, ചെരുപ്പിടാതെ പോകാറ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. വേറെ ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നല്ല എക്സ്പീരിയൻസ്? ഓക്കെ, ഇന്ദിരാ ദിലീപ് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞോളൂ. സ്കൈയോട് ഭയങ്കര അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് അട്രാക്ട്, വെറുതെ പോയി കുറച്ചു നേരമൊക്കെ നോക്കിയിരിക്കാറൊക്കെ ഉണ്ട് സ്കൈ. ഉം. ഓക്കെ. നല്ല കാര്യമാണ്. ഞാനും ഇടക്കിടക്ക് മറ്റേ നമ്മളിതില്ലേ കണ്ടം, ആ വയല് വയല്. അതിന്റെ സൈഡ് ഇങ്ങനെ നടക്കും. ആ ഞാറെല്ലായിട്ട് കൃഷിന്റെ ചെയ്യുമ്പോ ആ അതിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കാറുണ്ട് പ്രകൃതി. ഓക്കെ ഓക്കെ ഓക്കെ. എർത്തിങ് എന്ന് പറഞ്ഞ കാര്യം ജസ്റ്റ് എർത്തിങ് ഡോക്യുമെൻ്ററി ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം വിദേശ രാജ്യങ്ങളിൽ മഞ്ഞ് ഇത് സമ്മർ സീസൺ എന്താ തണുപ്പുള്ള കാലഘട്ടത്തിൽ തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാറില്ല. എന്നാൽ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിസിറ്റിൻ്റെ എർത്തിങ് ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു റോഡ് ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ നടക്കുന്ന എന്തെങ്കിലും ഫ്ലോറിലോ ഇങ്ങനെ താഴെയുള്ള കാല് വെക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വെക്കും. കാരണം എർത്തിങ് എന്ന് പറയുന്ന കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഹീലിംഗ് പഠിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഈ പ്രാണിക് ഹീലിങ്ങിൽ എർത്തുനിന്ന് തന്നെ എനർജിയെ സക്ക് ചെയ്ത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇപ്പം പ്രാണിക് ഹീലിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെയാണ് നമ്മൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഈ പ്രകൃതി തന്നെയാണ് നമ്മളെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് നമ്മളെ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. പ്രകൃതിയായിട്ട് നമ്മൾ എത്രത്തോളം അടുത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നോ, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നോ, അത്രത്തോളം നിങ്ങളെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് കടക്കാം. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 6666 എന്നുള്ളതാണ്. നിങ്ങൾക്ക് റീഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമായാലും എന്തെങ്കിലും ഒരു ലക്ഷ്യമായാലും നിങ്ങൾക്ക് അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്നുള്ള കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് 66 എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 36 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 666 എന്ന് പറയുന്നത് എന്തിൻ്റെ കോഡായിട്ടാണ് ബൈബിളിൽ പറയുന്നത്? എന്തിൻ്റെ കോഡായിട്ടാണ് ബൈബിൾ പറയുന്നത്? എന്തിൻ്റെ നമ്പറായിട്ടാണ് 666 കാണുന്നത്? ഡെവിൾ നമ്പർ. ഓക്കെ, ഡെവിൾ നമ്പർ ആയിട്ടാണ് കാണുന്നത് അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി മിസ്റ്റേക്കാണ് എന്നുള്ളതാണ്. ഇപ്പം ഇത് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 666 കാണുന്ന സമയത്ത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റാണ് എന്നുള്ളതാണ്. അന്നേരം ഇങ്ങനെ ഡെവിൾസ് നമ്പർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറോളജി പ്രകാരം അതൊരു മോശമായിട്ടുള്ള നമ്പറല്ല, മറിച്ച് നമുക്കൊരു ചേഞ്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നമ്പർ കാണുന്ന സമയത്ത് ചെയ്യുന്ന കർമ്മം ഒന്ന് ഇത് അവെയർ ആകുക. ഇത് ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ് വായിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ ശരിക്കും നിങ്ങൾ ഹാപ്പിയാണോ, അല്ലെങ്കിൽ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വോത്തായിട്ടുള്ള റിലേഷൻഷിപ്പാണോ അത് എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് കാരണം ഞാൻ വീണ്ടും പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പം പലരുടെ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ആ എക്സ്പീരിയൻസ് നിങ്ങളെ ലെവലിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം 666 എന്ന് പറയുന്നത് റീഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. ഇതിൽ എത്ര പേര് 66 കാണാറുണ്ട്? സാർ ഒരിക്കല് എനിക്കൊരു അനുഭവം ഉണ്ട്. ഈ 666 കണ്ടിട്ട് ഞാൻ ഒരു വഴിക്ക് പോയി. അപ്പൊ ഇത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ അങ്ങോട്ട് പോണോന്നായിരുന്നു. എന്നിട്ട് ഞാൻ വണ്ടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പോയ വഴിക്ക് ഒരു സൈഡിൽ എത്തിയപ്പോ വണ്ടി മറിഞ്ഞ് ഞാൻ വീണ്. അപ്പൊ എനിക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ തന്നെയാണെന്ന് എനിക്ക് തന്നെ തോന്നിയായിരുന്നു. അതെ അതാണ് ഇതിപ്പം നമ്മളിപ്പം പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ ഞാൻ കുറേ ബുക്ക് റെഫർ ചെയ്ത് കുറേ കാര്യങ്ങളെല്ലാം തന്നെ റെഫർ ചെയ്തിട്ട് കൂടുതൽ പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. അന്നേരം ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പം അനുശ്രീ എന്ന് തോന്നുന്നു. അനുശ്രീ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ്. ഇതേപോലുള്ള ഇപ്പം നമുക്കൊരു വിശ്വാസം ജനിച്ചില്ലേ, ഓക്കെ 666 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചേഞ്ചിനുള്ള അല്ലെങ്കിൽ ഒരു റീഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. കുറവാണോ അല്ലെങ്കിൽ ഡിവൈൻ പവറിൽ നിന്നും ഡിസ്റ്റൻസ് നമ്മൾ ഓക്കെ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 77 എന്ന് പറയുന്നത് 77 എന്ന് പറഞ്ഞ് പ്രോസ്പെരിറ്റി അതായത് സമ്പന്നതയുടെ നമ്പറായിട്ടാണ് കരുതുന്നത്. ഇതിൽ 77 റിപ്പീറ്റഡ് 77s കാണുന്ന ആൾക്കാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? യെസ്, സുമ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ ലോട്ടറി അടിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യുക? ഇനി നിങ്ങൾ 77 കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ലോട്ടറി ഒന്ന് എടുക്കുക, 40 രൂപയുടെ ലോട്ടറി ഒന്ന് എടുത്തു നോക്കുക. പലർക്കും അടിച്ചിട്ടുണ്ട്. അന്നേരം
777 കാണുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ട്? ഇപ്പം നേരത്തെ പറഞ്ഞ അനുശ്രീ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? യെസ്, കാണാറുണ്ട്. അന്ന് ഒരു എക്സ്ട്രാ പൈസ കിട്ടാറുണ്ട്. ഓക്കെ, ആരാണ് പറഞ്ഞത്? സജിന. സജിന കണ്ണൂരിലാണോ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. 27 ഞാൻ കാണാറുണ്ട് സാറേ. കാണാറുണ്ട്. ആ ടൈമിൽ നമുക്ക് പൈസക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്പേഴ്സ് ഇപ്പോൾ എനിക്ക് പേഴ്സണലി പറയാൻ 1111 ആണ് ഞാൻ മിക്കപ്പോഴും കാണാറ്. 77 എന്നെല്ലാം കാണാൻ ആഗ്രഹിക്കും, പക്ഷെ എനിക്ക് കാണാറില്ല. എന്ത് ചെയ്യാനാ, നമുക്കത് ചെയ്യാൻ പറ്റില്ല, ആഗ്രഹമല്ലേ. എനിക്ക് 11 മാത്രമാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണാറ്. പിന്നെ 3333 ആണ് ഞാൻ കാണാറ്. 77 ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. അന്നേരം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണാനുള്ള യൂണിവേഴ്സ് അതിൻ്റെ അല്ലെങ്കിൽ ഏഞ്ചൽസ് എനിക്ക് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഇതിൽ പറഞ്ഞ സജിന, പിന്നെ മറ്റൊരു വ്യക്തി ഇപ്പം പറഞ്ഞ ആരായിരുന്നു? മഹേഷ് സാറ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്താണ് ആ ഒരു ഏഞ്ചൽ നമ്പർ, അതായത് 777 കാണുന്ന സമയത്ത് അതോടൊപ്പം തന്നെ പ്രോസ്പെരിറ്റി വന്നിട്ടുണ്ട്, പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഏഞ്ചൽസ് നമുക്ക് തരുന്ന മെസ്സേജസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ആ മെസ്സേജിൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ ലോട്ടറി എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ലക്ക് ഫാക്ട്, ഇപ്പോൾ കുറി എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ ആ നമ്പർ കാണുന്ന സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ക് ഫാക്ടർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു ടൈമിൽ, ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്താണ് 8888 എന്ന് പറയുന്ന നമ്പർ. ഇതിൽ എത്ര പേര് 88 എന്ന് പറയുന്ന നമ്പർ കാണാറുണ്ട്? കാണാറുണ്ടോ? വല്ലപ്പോഴും കാണാറുണ്ട് സാറേ, വല്ലപ്പോഴും കാണാറുണ്ട്. വണ്ടി നമ്പർ കാണാറുണ്ട്. ഓക്കെ, വണ്ടി നമ്പർ കാണാറുണ്ട്. അന്നേരം അത് കാണുന്ന സമയത്ത് എന്താ എക്സ്പീരിയൻസ് ആണുള്ളത്? എയ്റ്റ് കാണുന്ന സമയത്ത് ഹലോ, ഞാൻ കാണാറുണ്ട്. ഞാനൊരു 3-4 വർഷം ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അനുവിന്റെ കോഴ്സും ഞാൻ ചെയ്തു. അപ്പോ അപ്പോഴൊക്കെ ഞാൻ കോഴിക്കോട് ലിജി. ഞാൻ 3-4 വർഷങ്ങളോളം ഈ കോഴ്സ് കഴിഞ്ഞ മുതൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഈ 888 ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ നമുക്കത് ഈ 8 കാണുന്നത് ഈ മണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ അധികം വണ്ടികളിലുള്ള നമ്പറാണ് 88 കാണുന്നത്. 888ഉം കുറെ 8കളൊക്കെ കാണാറുണ്ട്, മൊബൈലിലും കാണാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്കത് അതിന്റെ ഒരു എഫക്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അതാണ് ഇപ്പൊ ക്ലാസ് കയറാൻ തന്നെ കാരണം. ഒരുപാട് നമ്പേഴ്സ് ആണ് ഞാൻ കാണുന്നത്, എല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് ആണ്. പക്ഷെ എന്താണ് അതിൽ എനിക്കത് വേണ്ടത്ര റിസൾട്ട് കിട്ടാത്തത് എന്നുള്ളതിൽ ഒരു സംശയം തന്നെ ഉണ്ട്. അത് എന്നിലുള്ള നെഗറ്റിവിറ്റി ആണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഞാനിപ്പോഴാണ് ജോയിൻ ചെയ്തത്. നമ്മളെ ബ്ലോക്സ് ശരിയാണ് പറഞ്ഞത്. നമ്മളെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ചക്രങ്ങളുടെ ബ്ലോക്സ് അല്ലെങ്കിൽ നമ്മളെ മെന്റലി ബ്ലോക്സ് ഉണ്ടെങ്കിൽ ഒരിക്കൽ തന്നെ നമുക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് തന്നെ ഇപ്പോൾ കുറേ പേർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. എന്തിന്? ഒരു 1 CR വരെ. അതിൻ്റെ സക്സസ് സ്റ്റോറി നമ്മൾ യൂട്യൂബിലുണ്ട്. 1 CR ലോട്ടറി വരെ അടിച്ച ഒരു സക്സസ് സ്റ്റോറി ഉണ്ട്. അത് ലോട്ടറി ഡയറക്റ്റായിട്ട് അവർക്ക് അടിക്കുകയും ചെയ്തത്. അവർ ലോട്ടറി ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. അവരെ കസ്റ്റമറിന് 1 കോടി രൂപ അടിച്ചിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഇത്രയും കാലമായിട്ട് അടിച്ചില്ലായിരുന്നു. അങ്ങനെയുള്ള കുറേ സക്സസ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഉദാഹരണത്തിന് ലിജി എന്നല്ല പറഞ്ഞത്, ലിജി മേഡം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലോഗ്സ്, ഇപ്പം ഓരോ ചക്രങ്ങളുടെ ബ്ലോഗ്സ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഇപ്പം അനുഭവ യോഗം എന്നല്ല പറഞ്ഞ കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മളെ ചുറ്റും ഉണ്ടാവും കാര്യങ്ങൾ, പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആ ബ്ലോഗ്സിനെ ഹീൽ ചെയ്തേ മതിയാവും. ബേസിക് ക്ലാസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. അല്ല, ഞാൻ ചക്രയുടെയും കഴിഞ്ഞിട്ടുണ്ട്. അതല്ല, ഞാൻ ബേസിക് ക്ലാസ്സും പിന്നെ കുറെ മുമ്പ് ചെയ്തതാണ് കേട്ടോ. അനുവിധിന്റെ കുറച്ച് മുന്നേ ഒരു 3 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ മണിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ അതുപോലെ ഈ ചക്ര മെഡിറ്റേഷനും അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ആകെ റൂട്ട് ചക്രയുടെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാനിപ്പം ചെയ്തില്ല. ഇനി ചെയ്യണം എന്നുണ്ട്. അതാണ് ഞാനിപ്പോ ഈ ക്ലാസ് ഒന്ന് കാരണം ഈ നമ്പേഴ്സ്, ഏഞ്ചൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ഞാൻ കാണുന്നതാണ്. 1, 2 ഒരു ദിവസം തന്നെ 3-4 എണ്ണം ഒക്കെ കാണാറുണ്ട്. ഈ 77 ഒക്കെ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്.
അപ്പോഴേക്കും ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്കത് ശരിയാവുന്നില്ല. പല കോഴ്സ് ചെയ്തിട്ട് പോലും എന്നില്ല നെഗറ്റിവിറ്റി. ഞാൻ അത് പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല എനിക്ക്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അനാഥ ചക്രയുടെ ഹീലിംഗ് ഇല്ലേ, ആ അത് ചെയ്യൂ. റൂട്ട് ചക്ര ചെയ്യേണ്ട. ആദ്യം നിങ്ങളെ ഇമോഷനിൽ ഭയങ്കര എന്തോ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, പെയിനുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. അനാഥ ചക്ര നമ്മള് ഞാനത് ചെയ്ത് നോക്കാന്നല്ല. അതൊന്ന് ചെയ്യൂ. അത് നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഗ്രൂപ്പിൽ ഈ ചക്ര ഇപ്പൊ നിങ്ങള് ഗ്രൂപ്പിൽ ഇപ്പൊ ഉണ്ടോ? ഞാൻ ഗ്രൂപ്പിലുണ്ട്. കുറെ സക്സസ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ ബാച്ച്. ഞാൻ കാണാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് എനിക്ക് ശരിയാവുന്നില്ല. അതാണ് എനിക്ക് അതിശയം വരാറ്. ഞാൻ വിളിക്കണം എന്ന് വിചാരിക്കും. ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, തിരക്ക് കാരണം എടുക്കാതിരുന്നായിരിക്കും. ഞാൻ കുറെ കോള് വരുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാതെ ഞാൻ മിക്കപ്പോഴും റിപ്ലൈ കൊടുക്കാറുണ്ട്. അന്നേരം ഞാൻ തുടക്കത്തിലേ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പേപ്പറിൽ എഴുതിയിട്ട് കത്തിക്കാൻ പറഞ്ഞിട്ട്. ഞാൻ അന്ന് എനിക്ക് തുടക്കത്തില് വരുന്നതിന് മുമ്പ് ഇതിലേക്ക് കൂടുതൽ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബേസിക് ക്ലാസ് തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ നെഗറ്റിവിറ്റി പോവാൻ പേപ്പറിൽ എഴുതിയിട്ട് കത്തിക്കാൻ. അതെ, ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. അത് ഈ പ്രാക്ടീസ് എന്ത് തന്നെ ആവട്ടെ, അതുകൊണ്ട് നമ്മളിപ്പോ 365 ദിവസത്തെ സൗജന്യ ക്ലാസ് ഈ ഇത്രയും ദിവസം ഞാൻ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ ആ ഇതില്ലേ ഫോർഗിവ്നെസ്, നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ നൽകിയ ഫോർഗിവ്നെസ്, റിലേഷൻഷിപ്പിൻ ഈ ബേസിക് ക്ലാസ്സിൽ നൽകിയ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം ആ പേപ്പറിൽ എഴുതിയിട്ട് കത്തിക്കും, നിരന്തരമായിട്ട് കത്തിക്കും. പിന്നെ ഹാർട്ട് ചക്ര ഇല്ലേ, ഹാർട്ട് ചക്ര, അനാഥ ചക്രത്തിന് ഹീലിംഗ്, മന്ത്ര മെഡിറ്റേഷനും ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യും, നല്ല മാറ്റം ഉണ്ടാവും. അതിനേക്കാളുപരി നമുക്കിപ്പം വരുമാനത്തിനുള്ള ആ ഒരു ബ്ലോക്കേജസ് വന്നു. പിന്നെ മാത്രം ലക്ഷത്തിൽ ഒരു നഷ്ടം. വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ? അല്ല വോയിസ് ബ്രേക്ക് നമുക്കും കേൾക്കത്തില്ല. കേൾക്കുന്നില്ലേ? സോറി, ഒന്നും കൂടി പറയാമോ ലിജി മാഡം? വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. ഓക്കെ, വോയിസ് പറഞ്ഞോളൂ. സാർ ഞാനും ചക്ര ക്ലാസ്സിൽ പറഞ്ഞോളൂ. ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ സാർ? പറഞ്ഞോളൂ. സാർ, ഞാനും ചക്ര ക്ലാസ്സിലുണ്ടായിരുന്നു, പക്ഷെ എനിക്കും അതിന്റെ എഫക്റ്റ് കിട്ടിയിട്ടില്ല. രാവിലെ ഇപ്പൊ ഹാപ്പി ആണെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് സങ്കടമായിരിക്കും. ഞാൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. ലീലാമ അതില്ലേ സങ്കടപ്പെടുന്നത്? സിഞ്ചു. ഓക്കെ, സിഞ്ചു എന്നെ കോണ്ടാക്ട് ചെയ്തു. നിങ്ങളെ വോയിസ് എല്ലാം മിസ്സായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നോ? യെസ് സാർ, എന്റെ ഡിലീറ്റ് ആയി പോയായിരുന്നു. അത് ക്ലാസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. നമ്മൾ നൽകിയ മെഡിറ്റേഷൻസും കാര്യങ്ങളും നിങ്ങളെ കയ്യിൽ നിന്ന് പോയി ഞാൻ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യും, പിന്നെ അന്നെന്നുള്ളത് അന്നെല്ലാം ചെയ്യും. ചക്രയുടെ ക്ലാസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ രാവിലെ എല്ലാം ഹാപ്പി ആയിരിക്കും, വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് വിഷമങ്ങളായിരിക്കും. പക്ഷെ ഹസ്ബൻഡിനോട് ഇപ്പൊ എന്തോ പറഞ്ഞാലും ഹസ്ബൻഡ് പിണങ്ങത്തില്ല. അത് എന്താന്ന് എനിക്കറിയില്ല, ഭാഗ്യം ശരിയാന്നില്ല. പക്ഷെ ഹസ്ബൻഡുമായിട്ട് നല്ല ഇതാണ്. പുള്ളിനോട് എന്ത് പറഞ്ഞാലും ഒരു പിണക്കവും ഇല്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ ശേഷം അതിനു മുമ്പൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ പിണക്കാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല, എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നിങ്ങളെ റൂട്ട് ചക്ര, ഞാൻ പറഞ്ഞ പോലെ തന്നെ റൂട്ട് ചക്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ ഇമോഷൻസ്, നേരത്തെ പറഞ്ഞ ലിജി എന്ന് പറഞ്ഞ ആളെ ഇമോഷൻസ് ഹാർട്ട് ചക്രയെന്ന് ബ്ലോക്ക് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ റൂട്ട് ചക്രയാണ്. റൂട്ട് ചക്ര വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യും. വജ്രാസനം ഇല്ലേ, കാല് മടക്കിയിട്ടുള്ള വജ്രാസനം നമ്മൾ ക്ലാസ് പറയുന്നത്. വജ്രാസനം കാല് മടക്കിയിട്ട്. എനിക്ക് രണ്ടാമത്തെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു സാർ തോന്നുന്നു, കാരണം ഞാൻ ലേറ്റ് ആയിട്ട് സാറിന്റെ ക്ലാസ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദിവസമാണ്, രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ദിവസത്തെ കാര്യം കിട്ടിയില്ല, അതാണ് റൂട്ട് ചക്രയുടെ. അത് ഞാൻ അയച്ചു തരാം കേട്ടോ. അതാണ് പ്രശ്നം. അതായത് റൂട്ട് ചക്ര ഫസ്റ്റ് ദിവസത്തെ കിട്ടിയിട്ടില്ല അല്ലെ, ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിനെ കൊണ്ട്. 3 എനിക്ക് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോറി, ഞാനത് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിനെ കൊണ്ട്. റൂട്ട് ചക്ര പണത്തിന്റെ റൂട്ട് ചക്രയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്ത് റെഡി ആകാത്തത്. അത് ഞാൻ അയച്ചു തരാം, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ.
ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. 88 എന്ന് പറയുന്നത് ബാലൻസിൻ്റെ, അതായത് നമ്മളെ റിലേഷൻഷിപ്പ്, അതോടൊപ്പം തന്നെ നമ്മളെ പണം, പിന്നെ ഓരോ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആകാൻ പോകുന്നു, ലൈഫ് എപ്പോഴും സ്മൂത്തായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യമാണ് 88 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നൽകുന്ന നമ്പർ എന്ന് പറയുന്നത്. ഇനി 999 എന്ന് പറയുന്നത് റിലീസാണ്. അതായത് നമ്മളെ എല്ലാ ബേർഡൻസും കാര്യങ്ങളും റിലീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. നമ്മളെ മനസ്സിലെ ഓരോ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു നമ്പറായിട്ടാണ് 99 എന്ന് പറയുന്ന നമ്പർ കാണുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 99 എന്ന് പറയുന്ന നമ്പർ കാണുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിടുക പോകുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളെ ആ മനസ്സും ശരീരവും ആത്മാവും എല്ലാം തന്നെ ഫ്രീ ആകാൻ പോവുകയാണ് എന്നുള്ളതാണ് 999 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അർത്ഥം. ഇതിൽ ആരെങ്കിലും നമ്പേഴ്സ് 999 കാണാറുണ്ടോ? ഞാൻ കണ്ടിരുന്നു. എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടായത്? ഇന്ന് എന്റെ കുഞ്ഞിന് മുണ്ടിനീരെന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമായി. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ടെൻഷനായി. കാരണം അവന് ഒന്നൊഴിയാതെ ഇങ്ങനെ വിഷമങ്ങളാ. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് പറയുമായിരുന്നു, ദൈവം എന്താ ഇതിങ്ങനെ. അപ്പൊ എന്നിട്ട് എന്റെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാ വിഷമങ്ങളും അവസാനിക്കാനായിരിക്കും, ഇതോടുകൂടി അവസാനിക്കും. അപ്പോഴാണ് ഈ 9 കാണുന്നത്. ഓക്കെ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം, അതായത് ലെറ്റ് ഇറ്റ് ഗോ, അല്ലെങ്കിൽ അത് വിട്ടുപോകേണ്ട സമയമാണ്. ആ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ഫാക്ടർ നിങ്ങളിപ്പോൾ ഹെൽത്തിൻ്റെ വിഷയമായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ എന്ത് തന്നെയാണ് പെയിനുള്ള കാര്യം വിട്ടുപോകേണ്ട സമയമായിട്ടാണ് കരുതുന്നത്. അത് പല വഴിയിലായിരിക്കാം. ഇപ്പൊ നിങ്ങളെ മോന്റെ ഹെൽത്ത് ഇഷ്യൂ അല്ലേ? ഓക്കെ. മോന്റെ ഹെൽത്ത് ഇഷ്യൂ ചിലപ്പം ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നല്ല ഡോക്ടറെ കോണ്ടാക്ട് കിട്ടുന്നതായിരിക്കാം. അങ്ങനെ എന്തും ആ പെയിനെ റിലീസ് ചെയ്യേണ്ട ഒരു വഴി, അല്ലെങ്കിൽ വ്യക്തിയോ വഴിയോ അറിവോ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ചോദിച്ചോളൂ. ഈ പിന്നെ നെഗറ്റീവ്സ് എല്ലാം എഴുതി കത്തിക്കാൻ പറഞ്ഞല്ലോ. ഹലോ, നെഗറ്റീവ് എഴുതി കത്തിക്കാൻ അവർക്ക് നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരും കാണുമല്ലോ, അപ്പൊ അവർക്ക് മാപ്പ് കൊടുക്കുന്നതായിട്ട് അതിൽ എഴുതണം. അങ്ങനെ മാപ്പ് കൊടുക്കുന്നതായിട്ട് എഴുതണം. ശരി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബേസിക് ക്ലാസ് ഈ ബാച്ചിലുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒന്ന് കേറി നോക്കിയതാണ്, ഇതുവരെ ചേർന്നിട്ടില്ല. ഓക്കെ. അത് നമ്മൾ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളോടും ക്ഷമിക്കുക. നമ്മൾ പ്യുവറാവും, നമ്മളെ സോളും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബേർഡൻസ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഫോർഗിവ്നെസ് നമ്മളെ എല്ലാ ക്ലാസ്സുകളിലും ഫസ്റ്റ് ജനറലുള്ള ക്ലാസ്സാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ഈവൻ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൽ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മളോട് തന്നെ ക്ഷമിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹീലിംഗ് മെഡിറ്റേഷൻ. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ക്ലാസ്സാണ് 55ാമത് ബാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അഡ്വാൻസ്ഡ് ക്ലാസ് ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 21 ദിവസത്തെ. അതിൽ ഏകദേശം ഒരു 7 ഡേയ്സ് നമ്മൾ കൊടുക്കുന്ന മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നൽകുന്നുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളോട് തന്നെ ചെയ്ത കുറേ തെറ്റുകളുണ്ടാവും, അതിനെയും നമ്മൾ ഫോർഗീവ് ചെയ്തിട്ട് ഹീൽ ചെയ്താൽ മാത്രമേ നമ്മളെ ലൈഫിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ. കുട്ടിക്കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള അബ്യൂസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെല്ലാം കമ്പാരിസൺ എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോഴും കമ്പാരിസൺ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ ഈ ലൈഫിൽ തന്നെ, അതായത് നമ്മളെ കുട്ടിക്കാലത്ത് നിന്ന് നമ്മൾ ആ ഒരു ആർജിച്ചെടുത്ത ആ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിപ്പോഴും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. അയ്യോ എനിക്കതില്ലല്ലോ. അതായത് അത് നമ്മളെ തോളിനോട്, അല്ലെങ്കിൽ നമ്മൾ ആ ഡിവൈൻ പവറിനോട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാത്തത്. ഇപ്പം സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ വലിയ ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. അന്നേരം ഈ നമ്പേഴ്സാണ്. ഇപ്പം ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് നമ്മളെ ക്ലാസ്സിലെ എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഇതിന് ശേഷം ഈ കാര്യത്തിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? നമ്മളെ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ സാർ? ചോദിച്ചോളൂ. നമ്മള് ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്നയാളാണ്. അപ്പം അത് ഒരു വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല,
അവര് ആ കസ്റ്റമറുടെ അടുത്ത് ചെന്ന് കഴിയുമ്പം അവരോട് നമ്മൾ ഇവിടുന്ന് എല്ലാം പ്രിപ്പയർ ആയിട്ടൊക്കെയാണ് പോകുന്നത്. അവരോട് പറയേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതി അവനെ ജസ്റ്റ് അവര് കണ്ട് സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോൾ അതെല്ലാം മറന്നു പോകും. എനിക്ക് അവരോട് ആ പറയേണ്ട രീതിയിലൊന്നും എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. നമ്മളെ ഇതേപോലുള്ള ഒരു പ്രോബ്ലം വെൽത്ത് മാസ്റ്ററിയിലുള്ള ആള് പറഞ്ഞിരുന്നു. ശ്യാമയാണോ ഇത് കാര്യങ്ങൾ? അവര് ഏതോ പ്രൊഡക്റ്റ് കാര്യങ്ങൾ MLM ആണോ ചെയ്യുന്നത്? ഓക്കെ. നമ്മൾ ആ വെൽത്ത് മാസ്റ്ററിയിൽ ഈ കഴിഞ്ഞ ബാച്ച് തന്നെ ഉണ്ടായിരുന്നതാണ്. കുറേ ബിസിനസ് നടക്കുന്നില്ല, അവർ പേയ്മെൻറ്റ് നൽകി, പിന്നെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു. അതായത് അതിൽ നൽകുന്ന ഒരു ടാസ്ക്കാണ് മിറർ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണാടിയിൽ മുന്നിലിരുന്നിട്ട് നമ്മളെ ഓപ്പോസിറ്റ് നമ്മളുമായിട്ട് തന്നെ സംസാരിക്കുക. ഇങ്ങനെ മിറർ വർക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, കണ്ടിരുന്നോ യൂട്യൂബിൽ? ഇല്ല, കണ്ടില്ല ഓക്കെ. അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിററിൽ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കണം. അതായത് നമ്മുടെ സംസാര ശൈലി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ള കാര്യമെല്ലാം നമുക്ക് വ്യക്തമായ രീതിയിൽ അതിലൂടെ മനസ്സിലാക്കുന്നതാണ്. ഇല്ലെങ്കിൽ നല്ല വലിയ കണ്ണാടി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഹാഫ് ഫേസ്, അതായത് പൊക്കിൾ കൂടി അല്ലെങ്കിൽ വയറ് വരെ കാണുന്ന കണ്ണാടി ആയിരിക്കണം. ചെറിയ ഇതല്ലേ കണ്ണാടിയല്ല വേണ്ടത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈലിലെ സെൽഫി ക്യാം ഉപയോഗിക്കാം. ഓക്കെ. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതാണ് നമ്മുടെ ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലാം തന്നെ ഈ ഒരു ടാസ്ക് ഡെയിലി ചെയ്യണം എന്ന് പറയും. അതിന് മെഡിറ്റേഷനും കാര്യങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. അന്നേരം ആ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിൽ അത് പറയുന്നുണ്ട്. നമ്മൾ ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിൽ ഇങ്ങനെ ഗൈഡഡ് മെഡിറ്റേഷനാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്യൂ കേട്ടോ. നമ്മളെ ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആളോട് ഒന്ന് ചിരിച്ച് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അവിടെ ചെന്നിരുന്ന എനിക്ക് ചിരിക്കാനേ തോന്നുന്നില്ല, ചിരിക്കാൻ തോന്നത്തില്ല. അല്ല നമ്മൾ അതാ ഞാൻ പറഞ്ഞ മിറർ വർക്ക്. നമ്മളെ ഉള്ളിൽ കുറേ പെയിനും കാര്യങ്ങളുണ്ട്, നമുക്ക് ചിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുറേ വേദനകളുണ്ടാവും. വേദനയെ ഇപ്പോൾ ഫോർഗിവ്നെസ് എന്ന് പറയുന്ന കാര്യം തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഉള്ളിലെ കുറ്റബോധങ്ങളെ നമ്മൾ തന്നെ മറക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇതില്ല എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ശരിയാണോ, ഞാൻ പറയുന്നത് തെറ്റാണോ എന്നുള്ള കുറ്റബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സക്സസിലേക്ക് പോകില്ല. ഇപ്പം നമ്മൾ വെൽത്ത് മാസ്റ്ററി കൊടുക്കുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നൽകുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്, ആൻസേഴ്സ് അബൻഡൻസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ്റെ അച്ഛനെല്ലാം സാമ്പത്തികമായിട്ട് താന്ന അവസ്ഥയിലാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. എൻ്റെ അച്ഛനും ഇതെല്ലാം എൻ്റെ യോഗമാണ്, ഈ രീതിയിലാണ് മാറുക. എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിച്ചിരുന്നു. എൻ്റെ അച്ഛനൊന്നും അത്ര വലിയ റിച്ച് ആയിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര താന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. കഷ്ടപ്പെട്ടാണ് കുറച്ചെങ്കിലും ഉയർന്നു വന്നത്. അതായത് നമുക്കത് എത്താനുള്ള അവസ്ഥയില്ല, അല്ലെങ്കിൽ അതെൻ്റെ അർഹതയില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ മനസ്സിലുള്ളത് എങ്കിൽ ഒരിക്കലും തന്നെ നമ്മളെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. നമ്മൾ അതിൽ കൊടുത്ത മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അബൻഡൻസ് ആൻസേഴ്സ് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തു, അതിൽ എങ്ങനെ മെഡിറ്റേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൂർവ്വർ അച്ഛൻ സമ്പന്നനായിരുന്നു, അച്ഛൻ്റെ അച്ഛനെല്ലാം തന്നെ സമ്പന്നരായിരുന്നു, നമ്മൾ ചുറ്റുമുള്ളവരെല്ലാം തന്നെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഈ രീതിയിലുള്ള മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷനാണ് നമ്മൾ വെൽത്ത് മാസ്റ്ററിയിൽ നമ്മൾ ആൻസേഴ്സ് അബൻഡൻസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് നൽകിയത്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുക എന്നുള്ള ഡൗട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭയമാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഭയം ഉണ്ടാവും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതാണ് നിങ്ങളുടെ മുഖത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ലോകത്തിലെ എല്ലാവരും ഊതിയുറപ്പിച്ച ബലൂണാണ്, ഞാനടക്കം എല്ലാവരും ഊതിയുറപ്പിച്ച ബലൂണാണ്. ഇപ്പം വെൽത്ത് ഇങ്ങനെ ഞാനാവട്ടെ, അല്ലെങ്കിൽ വേറെ ട്രെയിനേഴ്സ് ആവട്ടെ, ഈവൻ കോടീശ്വരന്മാർ പോലും ലോണുകൾ ഇങ്ങനെ വേൾഡ് ബാങ്കിൽ നിന്നെല്ലാം ലോണുകൾ എടുത്തിട്ടാണ് സമ്പന്നരെന്ന് പറയുന്നത്. ഇപ്പോൾ അംബാനി തന്നെ എത്രയോ കോടി ബില്യൺസാണ് ബാങ്കിൽ നിന്നെല്ലാം കടമെടുത്തിരിക്കുന്നത്. അന്നേരം ശരിക്കും പറയുന്നത് അദ്ദേഹം എല്ലാം കടക്കാരനാണ്. എന്നാൽ നമ്മൾ കാണുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന സമയം നമ്മൾ ഓൾറെഡി അതാണ് എന്നുള്ള കൂടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിറർ വർക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ടോ എക്സ്പീരിയൻസ്, നമ്മളെ ഫ്രീ ക്ലാസ്സിലുള്ള എക്സ്പീരിയൻസ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ, ഞാൻ 9 മണിക്ക് മെഡിറ്റേഷൻ ആരംഭിക്കണം എന്ന് വിചാരിച്ചാണ്. അന്നേരം ആരൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ഞായറാഴ്ചകളാണ്. ഹലോ.
222ന്റെ ട്രിപ്പിൾ ടൂന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, 222ന്റെ ട്രിപ്പിൾ ടു ഓക്കെ, 222 555. ഓക്കെ, 222 എന്ന് പറയുന്നത് 222 ആൻഡ് 111. 111. ഓക്കെ, 111 എന്ന് പറയുന്നത് നമ്മുടെ 111. ഓക്കെ യൂണിവേഴ്സിന് സപ്പോർട്ട് കിട്ടുന്നതാണ്. യൂണിവേഴ്സിന്റെ മാനിഫെസ്റ്റേഷൻ ക്വിക്കായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. പിന്നെ 222 എന്ന് പറയുന്നത് അലൈൻമെന്റിന്റെയാണ്. പിന്നെ നമ്മളെ അലൈൻമെന്റ്, അതായത് യൂണിവേഴ്സിനെ നമ്മളെ അലൈൻ ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് അല്ല ചിന്ത കിട്ടുന്നതാണ് പറയുന്നത്. അതാണ്. അന്നേരം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതും ഒരാൾക്കും കൂടിയാണ് അവസരം. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. സാർ ഞാൻ ചോദിച്ചോളൂ. ഒരാൾ ചോദിച്ചോളൂ. സാർ ഞാൻ ചോദിക്കട്ടെ സാർ? 1111 എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ക്വിക്കായിട്ട് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ നമ്പർ കാണുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കുന്നതാണ് പറയുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ സാറ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ മിറക്കിൾസ് ലൈഫ് ഹിയർ നൗ എന്നുള്ള അഫർമേഷൻ ഞാൻ എപ്പോഴും പറഞ്ഞോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതുപോലത്തെ നമ്പേഴ്സ് ഒക്കെ കാണാറുണ്ട് സാറ്. ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലാണ് കൂടുതലും ഇങ്ങനെ കാണുന്നത്. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീടൊക്കെ ഇല്ല, അപ്പൊ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെയാണ് ഞാൻ കൂടുതലും കാണുന്നത്. എന്റെ മകൾക്ക് 24 വയസ്സായപ്പോ വീട് വെച്ചതിന് ശേഷം മാരേജ് അവളുടെ കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പൊ ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. കഴിയുന്നത് ഒരു നല്ലൊരു ജോലി ആക്കിയിട്ട് മാത്രം കല്യാണം കഴിച്ചാൽ മതി, ഫിനാൻഷ്യൽ കണ്ടീഷൻ ആയിട്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭർത്താവിൻ്റെ വീട്ടിൽ മോളെ അയക്കുന്നതിന് മുന്നേ ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റാൻഡ് വേണം. എല്ലാവരോടും ഞാൻ അതാണ് പറയാറ്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഐഡിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. ഇല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, പെട്ടെന്ന് കല്യാണം കഴിച്ച് എന്താക്കാനാ? എന്നാലേ റെസ്പെക്ട് കിട്ടും കേട്ടോ. വീടിന്റെ അല്ല, വീട് കാര്യങ്ങളിൽ ഇപ്പം മോളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് മോളോട് പറയൂ വീടും കാര്യങ്ങളുണ്ട്, നീ എടുക്കൂ, നിന്റെ കഴിവ് കാണിക്കുന്നില്ല. എൻ്റെ അനിയത്തിനോട് ഞാൻ അതാണ് പറയാറ്. അവളതായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രം, ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. ഇപ്പം നിങ്ങൾ പലപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ചിന്താഗതി ആയിരിക്കാം, സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം, എന്തെങ്കിലും ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്മൂത്തായിട്ട് പോകും. ഓക്കെ, വീടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വിഷൻ ബോർഡ് അറിയാമോ? അറിയാം. അതൊന്ന് മൊബൈലൊന്ന് സെറ്റ് ചെയ്യും കേട്ടോ. ഇപ്പം വിഷൻ ബോർഡ് നമ്മളെ വെൽത്ത് മാസ്റ്ററി അറ്റൻഡ് ചെയ്ത കഴിഞ്ഞ വന്ദന ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. 2 വീടുകൾ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്, 2 പേരുടെ വീടുകൾ. ഞാൻ യൂട്യൂബിൽ സക്സസ് സ്റ്റോറി ഇടുന്നതായിരിക്കും. അതിൽ കറക്റ്റായിട്ട് അവരെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യമെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നീ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവാണ്. രമേശ് ബാബു. രമേശ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? വിളിച്ചിട്ട് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ കുറച്ച് തിരക്കായി പോയിട്ടാണ്, അതാണ് എനിക്ക് എടുക്കാൻ പറ്റാൻ. സാറേ, നമ്മളെ ഈ ചക്ര മെഡിറ്റേഷന്റെ നമ്മള് ഹീലിംഗ് പിന്നെ മറ്റേ മെഡിറ്റേഷൻ നമ്മളത് ഹീലിംഗ് ചെയ്തതിന് ശേഷമാണല്ലോ മറ്റേ ചെയ്യേണ്ടത്? ഹീലിംഗ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മളിപ്പോ മോർണിംഗ് ഹീലിംഗ് ചെയ്തു, ദെൻ പിന്നെ നമുക്ക് ഇത് ചെയ്താൽ പോരെ? അതെ. അല്ലെങ്കിൽ അതിനൊരു ഇന്ന് രാവിലെ രാത്രി അങ്ങനെ വേണ്ടല്ലോ? അല്ല, ഹീലിംഗ് നമ്മള് ചക്ര മാനിഫെസ്റ്റേഷൻ നമ്മൾ ഓരോ ചക്രങ്ങൾക്ക് 2 മെഡിറ്റേഷൻ അല്ലേ? ഹീലിംഗ് മെഡിറ്റേഷനും മന്ത്ര മെഡിറ്റേഷനും നമ്മൾ നൽകുന്നത്. ഹീലിംഗ് മെഡിറ്റേഷൻ അതായത് ആദ്യം ഹീൽ ചെയ്തതിന് ശേഷം നമ്മള് ഇങ്ങനെ മന്ത്രാസ് ഉപയോഗിക്കുക. രാത്രി നമുക്ക് ഇല്ല, രാത്രി നല്ലതാണ്, രാവിലെ നല്ലതാണ്. അതിൽ ഞാൻ നമ്മളെ ലാസ്റ്റ് ക്ലാസ് പറയുന്നത് ഏതെങ്കിലും ഒരു ചക്രത്തിന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അത് ചെയ്യുക. പിന്നെ 7 ചക്ര മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. കുറെ ഇന്ന് തന്നെ 2-3 സക്സസ് സ്റ്റോറീസ് കിട്ടിയിട്ടുണ്ട്. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലായിരുന്നു. ഓക്കെ. ഒരു കോടിയുടെ കണ്ടിരുന്നോ? 1 കോടിയുടെ ഞാൻ കണ്ടിരുന്നു. ഒരു ലോട്ടറി അല്ലേ? അതെ. അത് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അത് ഞാൻ കേട്ടു. അന്ന് നമ്മുടെ ആ ക്ലാസ്സിൽ ഞാൻ കുറെ പേർക്ക് പറഞ്ഞിട്ടുണ്ട്. കുറി കിട്ടിയെന്നല്ല ഒന്ന് തന്നെ കുറി എന്ന് ആ കുറി അതെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു കേസ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഇനി നല്ലൊരു സക്സസ് വരട്ടെ, അതാണ് ഓക്കെ അത് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഇങ്ങനെ വെൽമാശ്രീ ഇദ്ദേഹം വെൽമാശ്രീ ഫസ്റ്റ് ബാച്ച് തന്നെ ഇത് ചെയ്തതാണ്. ആ, അന്നേരം നമ്മൾ അതെ ഫീഡ്ബാക്സ് അതെ. എടുക്കുന്ന ഞാൻ ഇദ്ദേഹത്തെ കൂടി വിചാരിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ഞാന് അന്ന് വിളിച്ചത്. ഞാനെല്ലാ സാറിന്റെ എല്ലാ കോഴ്സിലും ഞാൻ എല്ലാ കോഴ്സും അതാണ് ഞാൻ ഫീഡ്ബാക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നത്. ഓക്കെ വരാം എന്തായാലും സാർ, വരാം സാർ. എന്തായാലും സന്തോഷം ഓക്കെ സന്തോഷം കാണാൻ ഓക്കെ, കഴിഞ്ഞാൽ താങ്ക് യു സാർ. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ നമ്മൾ ശരി സാർ. മെഡിറ്റേഷനിലേക്ക് പോവാണ്, നീട്ടി വലിക്കുന്നില്ല. സാർ ഓക്കെ സാർ. ഓക്കെ ഓക്കെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷനിൽ ഉപയോഗിക്കുന്ന മുദ്ര എന്ന് പറയുന്നത് റിസീവിങ് മുദ്രയാണ്. ഇപ്പം നമ്മൾ ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും തന്നെ പ്രാർത്ഥിക്കുന്നത് ഈ ലെവലിലാണ്. അതായത് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ കൈകളിലേക്ക് തരണമല്ലോ. അതായത് നമ്മൾ തുറന്ന കൈകൾ വെച്ച് സംസാരിക്കുന്നത്. ഈവൻ ബോഡി ലാംഗ്വേജിന്റെ കാര്യത്ത് പറയുകയാണെങ്കിൽ നമ്മൾ തുറന്ന കൈകൾ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും മറക്കാനില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. എന്നാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുദ്ര സ്വീകരണ മുദ്ര അല്ലെങ്കിൽ റിസീവിങ് മുദ്ര എന്നാണ് പറയുക. അന്നേരം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, തുടയുടെ മുകൾ ഭാഗത്ത് വെക്കുക, നട്ടിൽ നിവർത്തിയിട്ട് വെക്കാനും ശ്രമിക്കുക. നട്ടിൽ നിവർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രാണന്റെ ഊർജം, പ്രാണന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുകയുള്ളൂ, നിങ്ങളുടെ പിങ്കള നാഡികൾ ഉണരുകയുള്ളൂ. നട്ടിൽ നിവർന്നിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാക്ക് ബോൺ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതായത് ഞാൻ ഈ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നില്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും മ്യൂട്ട്. ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായും ശാന്തമാണ്. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴുള്ള തണുപ്പോ ചൂടോ അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ചൂടോ തണുപ്പോ അനുഭവിക്കുക. ഓരോ ശ്വാസനിശ്വാസവും നിങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളെല്ലാം ശാന്തമായിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ തലയുടെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക. സാവധാനം മുഖത്തേക്കും കഴുത്തിലേക്കും ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കും ശ്രദ്ധ കൊണ്ടുവരിക. ശരീരം മുഴുവനായും ശാന്തമാണ്. ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശാന്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ആകാശത്തിൽ നിന്നും ഒരു വെള്ളപ്രകാശം, ദിവ്യമായ പ്രകാശം ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നതായി കാണുക. ആ പ്രകാശം സാവധാനം നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിലേക്ക് എത്തുന്നു. പതിയെ പതിയെ താഴെ ഇറങ്ങി വന്ന് നിങ്ങളുടെ മൂർധാവിൻ്റെ മുകളിലേക്ക് എത്തുന്നു. അവിടെ ചെറിയൊരു തണുപ്പ് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ? തണുപ്പോ ചൂടോ തെരുപ്പോ എന്തുമാവട്ടെ മൂർധാവിൻ്റെ മുകൾ ഭാഗത്ത് അനുഭവിക്കുന്നുണ്ട്. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ മൂർധാവിലൂടെ തലയിലേക്ക് പ്രവഹിക്കുന്നു. സാവധാനം കഴുത്തിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ശരീരം മുഴുവനായും ആ ദിവ്യമായ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കാലുകളിലൂടെ ആ പ്രകാശം നിറയുന്നു.
നിങ്ങളുടെ മനസ്സിലെ എല്ലാ തെറ്റും വേദനകളും സങ്കടങ്ങളുമെല്ലാം ഒരു കറുത്ത നിറത്തിലൂടെ ഭൂമിയിലേക്ക് കാലിൻ്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവനായി വ്യാപിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? നല്ലൊരു കുടുംബമായിരിക്കാം, നല്ലൊരു പങ്കാളിയായിരിക്കാം, ബിസിനസ്സിലെ ഉയർച്ചയോ നിങ്ങളുടെ ജോലിയുടെ കയറ്റമോ എന്തുമാവട്ടെ, ആ ഒരു വലിയ ലക്ഷ്യം തിരഞ്ഞെടുക്കുക. ആ ലക്ഷ്യത്തെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് നിങ്ങളുമായി സംസാരിക്കുക, അവരുടെ മുഖത്തുള്ള സന്തോഷം അനുഭവിക്കുക. മുഖത്ത് ഒരു ഇളം പുഞ്ചിരി കൊണ്ടുവരിക. ആ ഒരു വലിയ ലക്ഷ്യം നേടിയെടുത്താൽ ആ ഒരു അനുഭവം നിങ്ങളുടെ ശരീരം മുഴുവനായും അനുഭവിക്കുകയാണ്. ശരീരത്തിലെ ഓരോ കോശങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോഴുള്ള നിങ്ങളുടെ ചുറ്റുമുള്ളവർ എങ്ങനെയായിരിക്കും നിങ്ങളോട് പെരുമാറുക? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ ഒരു ആനന്ദം, ആ ഒരു സന്തോഷം ഈ നിമിഷത്തിൽ അനുഭവിക്കുക. അതെ, ആ ഒരു സ്വപ്നം ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അഥവാ നടന്നു കഴിഞ്ഞു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഓരോ കോശാന്തരങ്ങളിലേക്കും ആ സന്തോഷം പ്രവഹിക്കുന്നു. ഈ നിമിഷത്തിൽ ദൈവികമായ പ്രപഞ്ചശക്തി അഥവാ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ ലക്ഷ്യം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നേടിയെടുക്കാൻ എൻ്റെ ഉള്ളിലുള്ള ദൈവികമായ ചൈതന്യം എനിക്ക് ശക്തി പകരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് നടക്കുന്നതാണ്. ഞാൻ ദൈവികമായ അംശത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന സമ്പത്ത്, വ്യക്തിബന്ധങ്ങൾ, ആവശ്യങ്ങൾ, വസ്തുക്കൾ, അവസരങ്ങൾ എല്ലാം തന്നെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ആകർഷിക്കുന്ന ഒരു കാന്തമായി ഞാൻ മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം മുതൽ നല്ല വ്യക്തികൾ മാത്രമാണ് വരുന്നത്. നല്ല കുടുംബം മാത്രമാണ് എനിക്കുള്ളത്. എൻ്റെ പങ്കാളിയിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്ന് എല്ലാം തന്നെ എനിക്ക് സന്തോഷം മാത്രമാണ് ലഭിക്കുന്നത്. ലോകത്തുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ആ സന്തോഷം വീണ്ടും ശരീരത്തിലേക്ക് നൽകുക. നിങ്ങളുടെ ശരീരത്തിൽ ഒരു തരിപ്പ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്, നിങ്ങളുടെ പൂർവികർക്ക്, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്, നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന മാലാഖമാർക്ക് എല്ലാം തന്നെ നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. കൈകൾ പരസ്പരം ഉരസി കണ്ണുകളിലേക്ക് ഊർജം പകരുക. കണ്ണുകൾ സാവധാനം തുറക്കുക.
എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? വാവ്, സൂപ്പർ. നല്ലതായിരുന്നു. ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. ഓക്കെ. അത് വെൽത്ത് മാസ്റ്ററിയിൽ ഞാൻ ഇത്തവണ കഴിഞ്ഞ തവണ ഫസ്റ്റ് ലെവലിൽ നമ്മൾ സൂം ക്ലാസ് വെച്ചില്ല. ഇത്തവണ 21 ദിവസം സൂം ക്ലാസ്സിൽ മെഡിറ്റേഷൻ കൊടുത്തിരുന്നു. എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, മെഡിറ്റേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സൂപ്പർ സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ 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 അന്നേരം വളരെ നന്ദിയുണ്ട്. ഇനി നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 369 എന്ന് പറഞ്ഞ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ ടാസ്കുകളും കൂടുതൽ കാര്യങ്ങളും ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടാസ്കുകളും കാര്യങ്ങളും വരിക നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറേ ടൈം ഉണ്ടാവില്ല. ടൈം മാനേജ്മെൻ്റ് എല്ലാം തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ടാസ്കോ കാര്യങ്ങളോ നൽകാത്തത്. ഈ ഒരു 369 എന്ന് പറഞ്ഞ മെത്തേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് 2 മെത്തേഡ് ആയിരിക്കും. 2 മെത്തേഡ് എങ്ങനെ ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സൂം ക്ലാസ് തന്നെ പറയുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഏകദേശം 1 മണിക്കൂറായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചോദിച്ചോ. ഹലോ സർ, പറയട്ടെ. കണ്ണിലേക്ക് വെള്ളം നിറയുന്നത് അത് നല്ലതാണ്. ഓക്കെ, നല്ലതാണ്. അത് നമ്മൾ ആ ഫീലിംഗ് കൊടുക്കുന്ന സമയത്താണ്. മെഡിറ്റേഷൻ ആവട്ടെ എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾക്ക് ആ ഫീലിംഗ് എന്താണ് ഞാൻ ചിരിക്കാൻ പറയുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ചിരി വരും. അത് ശരിക്കുള്ള ചിരിയാണ്, ട്രൂ ആയിട്ടുള്ള ചിരി തന്നെയാണ്, ജസ്റ്റ് ഫേക്ക് ചെയ്യുന്നില്ല. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സജ്ജന പറഞ്ഞ പോലെ തന്നെ കരയുന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാൽ ആ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മളെ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു എക്സ്പ്രഷൻ എക്സ്ട്രീം ലെവലിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഞാൻ ഫുള്ള് വേർത്തുണ്ട്. നല്ലതാണ്. ഇങ്ങനെ ഫാൻ അത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് വേർത്തയാണോ അല്ലെങ്കിൽ ജസ്റ്റ് ചൂട് കൊണ്ടാണോ? അല്ല, ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. അത് നല്ലതാണ്. ഷിവറിങ് എക്സ്പീരിയൻസ് ഒരു വേറെ ചില ആൾക്കാർ അനുഭവിക്കാറുണ്ടെന്ന് പറയുന്നിട്ടുണ്ട്. എനിക്ക് ഒന്ന് പറയാമോ? മ്യൂട്ടായിട്ടുണ്ടാവും. സാറേ, എന്റെ ഇടത് കൈ കൂടെ തണുപ്പ് ഇങ്ങനെ കയറി, ഇങ്ങനെ തണുത്ത കാറ്റടിക്കുന്ന പോലെ തണുപ്പ് വന്നു. ഓക്കെ അത് അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടാകാറുണ്ട് ചില. നമുക്ക് കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് സാർ അത്. അതെ, അത് നമ്മൾ ബൈനോറിയൽ അങ്ങനത്തെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാം ഓരോരോ ബൈനോറിയൽ ബീറ്റ്സ് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മളെ ഫ്രീ ക്ലാസ് തന്നെ ഏകദേശം 20 മെഡിറ്റേഷനോ 15 ബൈനോറിയൽ മ്യൂസിക്കാണ് നമ്മൾ നൽകിയത്. അതിൽ തന്നെ വെൽത്ത് മാസ്റ്ററി കോഴ്സ് ന്യൂ കോഴ്സ് സ്റ്റാർട്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ എന്തായാലും അറിയിക്കാം മാഡത്തിന്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെൽത്ത് മാസ്റ്ററിയിൽ കുറേ ഡൗട്ട് വെച്ചിരുന്നു. വെൽത്ത് മാസ്റ്ററിയിൽ നമ്മൾ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ മണി മാസ്റ്ററി, യൂട്യൂബ് മാസ്റ്ററി, ബേസിക് ബിസിനസ് മാസ്റ്ററി. ഈ മണി മാസ്റ്ററിയിൽ നമ്മൾ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് മാസ്റ്ററിയിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം, എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. യൂട്യൂബ് മാസ്റ്ററി നമ്മൾ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഉദാഹരണത്തിന് ഞാൻ അടക്കമുള്ള ട്രെയിനേഴ്സ് വെറും മോട്ടിവേഷൻ മാത്രം നൽകിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഞാൻ കുറേ മോട്ടിവേഷൻ ഇങ്ങനെ പോസിറ്റിവിറ്റി തരികയാണ്. മറിച്ച് ഞാൻ എന്ത് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം. നിങ്ങൾക്ക് കുറേ ഇൻഫോർമേഷനോ കാര്യങ്ങളോ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനേ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് കാണാനേ കിട്ടും. നമ്മൾ മെഡിറ്റേഷൻ, ഞാൻ എന്തുകൊണ്ടാണ് മെഡിറ്റേഷന് ഓരോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ ഫ്രീ ക്ലാസ്സിൽ വരെ നിങ്ങൾക്ക് എവിടെയും ഞാൻ 100% ഉറപ്പായിട്ടും പറയാണ്, മലയാളത്തിലെ ഏത് ഫ്രീ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇത്രയും മെഡിറ്റേഷൻ ഇത്രയും ടാസ്ക് ആരും നൽകൂല. കാരണം ചില ട്രെയിനേഴ്സ് എന്നെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഫ്രീ ക്ലാസ് തന്നെ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇത്ര റിസൾട്ട് കിട്ടുന്നുണ്ട്. അവരെന്തിനാണ് പെയ്ഡ് എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ക്ലാസ്സിൽ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എല്ലാവർക്കും പണം വേണമെന്നില്ല, പണം ഇല്ലാത്തവരും അവരും ലൈഫിൽ എത്തണ്ടേ. ഇപ്പം ചില ആൾക്കാർ സക്സസ് സ്റ്റോറി പറയാൻ 100 രൂപ കിട്ടിയ അല്ലെങ്കിൽ 1000 രൂപ കിട്ടിയ കാര്യങ്ങളിൽ വലിയ സക്സസ് ആയിട്ട് പറയുന്ന നേരം അത് മനസ്സിലാവും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എത്രത്തോളം അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ ഓരോ മെഡിറ്റേഷനും ഓരോ കാര്യങ്ങളും നമ്മളെല്ലാം ഇപ്പോഴും 365 ദിവസത്തുള്ള ക്ലാസ് ഇപ്പോഴും നടക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തണം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളെ ചുറ്റുമുള്ള വേദന അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഒരു 100 രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ലിങ്ക് അയച്ചു കൊടുക്കുക. അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ, മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യട്ടെ, അവരുടെ ലൈഫിലും ചേഞ്ച് ഉണ്ടാവട്ടെ എന്നുള്ളത്. ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലീലാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്.
നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം നമ്മളെ വെൽത്ത് മാസ്റ്ററിയിൽ ഇത് നെറ്റ്വർക്കിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം പറയുന്നത്. നിങ്ങളൊരു ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ JCA പോലുള്ള JCA കേട്ടിട്ടുണ്ടോ? JCA എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയും. ഞാൻ അതിൽ അംഗമാണ്. ഇതേപോലെ നിങ്ങളുടെ നാട്ടിലെ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, കുടുംബശ്രീ അല്ല, ഏതെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാരല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് എന്തായാലും JCA അംഗമാകാൻ പറ്റും. നിങ്ങൾ എവിടെയാ, സ്ഥലം എവിടെയാ? കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി JCA എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്നുള്ള കാര്യം പറയും. ഇപ്പം നിങ്ങൾ MLM ചെയ്യാൻ കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കണക്ഷനിലേക്ക് വരണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ അംഗമാകുക. ഇപ്പം ഞാൻ JCA അംഗമാണ്, പിന്നെ ഇവിടെയുള്ള ലൈബ്രറിയിൽ അംഗമാണ്. ഈ BNI എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ അംഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്നാണ്. ഇതേപോലെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് മാസ്റ്റർ എന്തുകൊണ്ടാണ് വെൽത്ത് മാസ്റ്ററി കൊടുക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങൾ എന്നെ അറിഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ വ്യക്തികളിലേക്കും യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കും ഇപ്പോൾ പ്രൊഡക്റ്റ്, ഇപ്പം സന്ധ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിഞ്ഞ വെൽത്ത് മാസ്റ്ററിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് കൊടുത്തു. അങ്ങനെ അവർക്ക് അതുവഴി അവർക്ക് വരുമാനം വന്നു. ഏകദേശം 1500-2000 സബ്സ്ക്രൈബേഴ്സ് വന്നു. അതേപോലെ തന്നെ സുജാർ മോഹൻ, അങ്ങനെ കുറേ ആൾക്കാർ, പിന്നെ എന്താണ് ഇത് ആശാ ജി കുമാർ, പിന്നെ രമ്യ, ഇവരെല്ലാം ഇവൻ ട്രെയിനിങ് രംഗത്തേക്ക് എൻ്റെ അതേ ടോപ്പിക്ക് തന്നെ എടുക്കുന്നതാണ്. രമ്യ, സുജാർ മോഹൻ, പിന്നെ ആരാണ് സന്ധ്യ, അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇപ്പം ട്രെയിനിങ് മേഖലയിലേക്ക് കടക്കണമെങ്കിൽ എൻ്റെ എല്ലാ സപ്പോർട്ടും, ഇപ്പോൾ ഈവൻ എൻ്റെ ടോപ്പിക് എടുക്കണമെങ്കിൽ വരെ ഞാൻ സപ്പോർട്ട് ചെയ്തുതരാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. എല്ലാവരും സക്സസ് ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണം, അല്ലെങ്കിൽ എന്നാ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അരവിന്ദ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മറ്റുള്ള ഇതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് ആ ക്ലാസ്സുകളാണ്. പലരും ക്ലാസ്സുകൾ ഇപ്പം ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെയായിട്ടാണ് എനിക്ക്. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്, എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടാത്തത് കൊണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പലർക്കും അത് സൗജന്യമായിട്ട് കൊടുത്തിട്ട് അവർക്കും എല്ലാവർക്കും ഇപ്പൊ കാശ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ചുറ്റുപാട്. ഇപ്പം കാശില്ലാത്തവന് ഈ കോഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ സാമ്പത്തികം ഇല്ലാതെ പിന്നെ കോഴ്സ് എങ്ങനെ ചെയ്യും? അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുന്നത് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഒരുപാട് തീർച്ചയായിട്ടും അതെ 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 അത് അത് പലരും പറയാറുണ്ട്. ഇപ്പം പെയ്ഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ക്ലാസ്സിലുള്ളവർക്ക് ഫ്രീ ക്ലാസ്, പിന്നെ പെയ്ഡ് ക്ലാസ്സിലേക്ക് പോകണം, അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം, കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർ മാത്രം ജോയിൻ ചെയ്താൽ. നമ്മൾ ആരെയും ഇതുവരെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടില്ല ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ എന്നോട് പറയാണ് ജോയിൻ ചെയ്യാമെന്ന് പറയാണ്, ഞാൻ ആ നമ്പർ ഒന്ന് സേവ് ചെയ്ത് എന്നിട്ട് അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. അല്ലാതെ ഞാൻ ഒരാളെ കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ കോഴ്സുകളെ കുറിച്ച് പറയും. ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ ഇതുവരെ കോഴ്സിനെ കുറിച്ച് പോലും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. കോഴ്സിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ അതിൽ കൊടുക്കുന്ന ടാസ്കുകളും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ മുന്നേ എല്ലാം കുറേ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞ് തുടങ്ങും. ഒരു 2 ദിവസം, ഇപ്പം 21 ദിവസത്തെ ഫ്രീ ക്ലാസ്, 2ാം ദിവസം മുതൽ അവർ പെയ്ഡ് ക്ലാസ്സിനെ മാത്രം പറയും. ഞാൻ തന്നെ ഏകദേശം 2 മാസത്തിന് ശേഷമാണ് പെയ്ഡ് ക്ലാസ്. അതുവരെ ഞാനൊരു പെയ്ഡ് ക്ലാസ്സും കൊടുത്തില്ല. അത് ഇങ്ങനെ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. ഈവൻ ഈ ബേസിക് ക്ലാസ് 55ാമത് ബേസിക് ക്ലാസ് തന്നെ കണ്ടക്ട് ചെയ്തത് ഏകദേശം 3 മാസത്തിന് ശേഷമാണ്. അതുകൊണ്ട് 80 മെമ്പേഴ്സോ 90 മെമ്പേഴ്സ് ഇപ്പം തന്നെ ജോയിൻ ചെയ്തു. നമ്മൾ അത് ഇങ്ങനെ ക്ലാസ് എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യണമെന്ന് പറയും. കാരണം അത് തുടങ്ങുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. ചില ആൾക്കാർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ അവർക്ക് തിരിച്ചയക്കും. കാരണം ഏതെങ്കിലും രീതിയിൽ ലേറ്റ് ആകുകയാണെങ്കിലോ പണം എന്ന് പറയുന്നത് വെറും പണമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. കാരണം അതൊരു നെഗറ്റിവിറ്റിയാണ്. ആൾക്കാർ എന്ത് ചിന്തിക്കും, എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. പലരും ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവരിപ്പം ഒരാഴ്ച അതിൽ കൂടുതൽ അവർ ക്ലാസ് കൊടുക്കുന്നില്ല. ഇതിലൂടെ തന്നെ പലരും അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിൽ എല്ലാവർക്കും സക്സസ് ആവണമെന്നില്ല. അവർ കാശും കൊടുത്തു വരും. പക്ഷെ അൻവിത്ത് എനിക്ക് കണ്ടതിലും എനിക്ക് കുറെ മുന്നേ ഇത് ഫ്രീ കോഴ്സ് നടത്തുന്നത്, അതും കുറച്ച് ദിവസത്തെ അല്ല, ഒരുപാട്. അതിൽ വേണ്ടവർക്ക് അത് ജോയിൻ ചെയ്യാം. 28 ഡേയ്സിലെ മാജിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് അത് കറക്റ്റായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഏകദേശം 7 ഗ്രൂപ്പെല്ലാം 5-6 ഗ്രൂപ്പെല്ലാം നമ്മൾ ഫിൽ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ 365 ദിവസത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇങ്ങനെ ആ മാജിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങളും പിന്നെ അഡീഷണൽ ആയിട്ട് ഓരോ ലെവലിൽ ഇപ്പം ശരിക്കും 4ാമത്തെ ലെവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4th ലെവലിൽ നിന്ന് ഞാൻ മെസ്സേജ് അയക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ലെവലിലുള്ള കാര്യങ്ങൾ അയച്ചു തരുമെന്ന് ചോദിക്കും. അന്നേരം ഞാനവിടെ പറയാം, ഈ സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ, ബാക്കിയെല്ലാം ഇനിയുള്ള മറ്റു ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടിക്കൊള്ളുമെന്ന് പറയും. അതായത് സന്തോഷം DG മാഡം.
ഓക്കെ, അന്നേരം ഇതെല്ലാണ് ഇനി ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എന്തായാലും പിന്നെ ഡ്രീം ജോബ് മാസ്റ്ററി കുറേ പേര് ചോദിച്ചിരുന്നു. നമ്മൾ ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഈ അടുത്ത് തന്നെ കണ്ടക്ട് ചെയ്യും. അതിൽ ആപ്റ്റ്യൂഡ്, അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെ അത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഇൻ്റലിജൻസ് ഏതാണ്, നമുക്ക് ഏതൊക്കെ മേഖലയിലേക്കാണ് പോകുക എന്നുള്ള ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഇനീഷ്യൽ ഇതിൽ ഈ ഇങ്ങനെ ജോബ് മാസ്റ്ററിയിലേക്ക് കടക്കുന്നത്. അതിൽ ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ജോബ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ജോബ് ബ്ലെസ്സിംഗ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ നൽകുന്നുണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഏകദേശം 4 പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ട്. ആ സക്സസ് സ്റ്റോറീസും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. വർണ്ണ എന്ന് പറഞ്ഞ ആൾ, പിന്നെ സുമിത എന്ന് പറഞ്ഞ ആൾ, ആ 2 സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഒരാൾക്ക് ഫസ്റ്റ് റാങ്കാണ് കിട്ടിയത്, രണ്ടാമത്തെ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സക്സസ് സ്റ്റോറീസും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ഏകദേശം 1.25 മണിക്കൂറായി. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചോദിക്കുക. കോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതുമാണ്. കോൾ ചെയ്യാന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈവൻ ഈ ക്ലാസ് തന്നെ ഞാൻ രാവിലെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ കുറേ കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ റിപ്ലൈ തന്നേക്കാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.